അങ്ങനെ പുതിയ വർഷം ആപ്പിളിൻ്റെ അപ്കമിങ് ഐഫോൺ മോഡലായിട്ടുള്ള ഐഫോൺ 16 പറ്റിയുള്ള പുതിയ ഇൻഫർമേഷനും ലീക്സും റൂമേഴ്സും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ള അപ്കമിങ് ഐഫോൺ ആയിട്ടുള്ള 16 സീരീസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 5 പുതിയ മാറ്റങ്ങളാണ്, ബ്രാൻഡ് ന്യൂ ഫീച്ചേഴ്സാണ്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും 4 മോഡൽസ് തന്നെയാണ് ഐഫോൺ 16 സീരീസിലും അല്ലെങ്കിൽ ലൈനപ്പിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഐഫോൺ നോർമൽ 16, 16 പ്ലസ്, 16 Pro ആൻഡ് 16 Pro Max, ഇങ്ങനെ 4 മോഡൽസ്. എന്നാൽ ഇതിൽ വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു മാറ്റം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ്, ഓവറോൾ ഡിസൈൻ സൈസിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വരാൻ പോവുകയാണ്. അതായത് ഐഫോൺ നോർമൽ മോഡൽസ് ആയിട്ടുള്ള ഐഫോൺ 16ലും 16 പ്ലസിലും നിലവിലുള്ള പോലെ തന്നെ 6.1 ഇഞ്ചും 6.7 ഇഞ്ചും സ്ക്രീൻ ആസ്പെക്ട് റേഷ്യോ ഉള്ള ഡിസ്പ്ലേ തന്നെ ആയിരിക്കും വരുന്നത്. എന്നാൽ ഐഫോൺ 16 പ്രോയിലേക്കും പ്രോ മാക്സിലേക്കും വരുമ്പം ഡിവൈസിൻ്റെ ഡിസ്പ്ലേ സൈസ് വൈസ് ഡയഗണലി 6.3 ഇഞ്ചുള്ള ഐഫോൺ 16 പ്രോയും അതോടൊപ്പം തന്നെ 16 പ്രോ മാക്സിൽ 6.9 ഇഞ്ചുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരാൻ പോകുന്നത്. ഡിസ്പ്ലേ സൈസിൽ ഈ ഒരു ചെറിയ ചേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിക്നെസ്സിലും അതോടൊപ്പം ഇതിൻ്റെ വെയിറ്റിലും ഇതിൻ്റെ ഓവറോൾ സൈസിൽ, അതായത് നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ ടോളറായിട്ടുള്ള വലുതായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആയിരിക്കും അല്ലെങ്കിൽ ഡിവൈസ് ആയിരിക്കും ബൈ ഹാൻഡ്സ് നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വെയിറ്റിലും നമുക്ക് വളരെ മൈനറായിട്ടുള്ളൊരു ചേഞ്ചസ് ഫീൽ ചെയ്യാൻ സാധിക്കും 16 പ്രോ മാക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. ഇതിലെ രണ്ടാമത്തെ കാര്യം കളേഴ്സ്. ഐഫോൺ 16 ലൈനപ്പിലെ പ്രോ മോഡൽസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാഞ്ചീബു പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് പുതിയ 2 കളേഴ്സ് പ്രോ മോഡൽസിലേക്ക് വരുന്നു. അതാണ് ഗ്രേ ടൈറ്റേനിയം അതോടൊപ്പം തന്നെ ഡെസേർട്ട് ടൈറ്റേനിയം. ഈ ഒരു ഗ്രേ ടൈറ്റേനിയം കളറ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഐഫോൺ ലൈനപ്പിലെ ഐഫോൺ 6നും 6S നമ്മൾ കണ്ടിരുന്ന ആ ഒരു സ്പേസ് ഗ്രേ ആയിട്ട് വളരെ റിസംബിൾ ചെയ്യുന്ന കളറാണ് ഈ ഒരു ഗ്രേ ടൈറ്റേനിയം എന്നുള്ള കളറിൽ ഐഫോൺ 16 പ്രോ ഡിവൈസുകളിലേക്ക് വരുന്നത്. ആൻഡ് നോൺ പ്രോ മോഡൽസിലേക്ക് വരുമ്പോൾ യൂഷ്വലി ഉള്ള പോലെ തന്നെ 6ഓളം ഡിഫറെൻറ്റ് കളർ വേരിയൻസ് ആണ് ആപ്പിൾ കൊണ്ടുവരുന്നത്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ബ്ലാക്ക്, വൈറ്റ്, ഈ ഒരു കളേഴ്സ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 16 ലൈനപ്പിലെ ഈ ഒരു സൈസ് ഡിഫറൻസ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ എടുത്തു പറയേണ്ട നോൺ പ്രോ മോഡൽസിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചേഞ്ച് ആണ് ഇതിൻ്റെ ക്യാമറ ലേഔട്ട്. നിങ്ങൾ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ നമുക്ക് ഐഫോൺ 10s കണ്ടുവന്ന പോലത്തെ ഒരു ക്യാമറ ലേഔട്ട്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടുള്ള ഒരു പിൽ ഷേപ്പിലുള്ള ക്യാമറ മൊഡ്യൂളാണ് നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കുന്നത്. ആ ഒരു പിൽ ഷേപ്ഡ് ആയിട്ടുള്ള കട്ടൗട്ടിൽ 2 ലെൻസുകൾ, ഒന്ന് അൾട്രാ വൈഡും മറ്റൊന്ന് സ്റ്റാൻഡേർഡ് വൈഡും. ഒരു ലെൻസിൻ്റെ നേരെ താഴെയായിട്ട് തന്നെയാണ് മറ്റൊരു ലെൻസ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കാര്യം നമുക്ക് കഴിഞ്ഞ വർഷമേ ആപ്പിൾ പറഞ്ഞൊരു കാര്യമാണ്. 15 സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം നമുക്ക് സ്പേഷ്യൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലോറൻ മോഡൽസ് ആയിട്ടുള്ള ഐഫോൺ 16ലും 16 പ്ലസിലും ഈ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ സ്കീമാറ്റിക്സിൽ ഡയഗണലി ക്യാമറ പ്ലേസ് ചെയ്യുന്നതിന് പകരം വെർട്ടിക്കലി ഇപ്പോൾ ഈ ഒരു 2 ലെൻസുകളും അല്ലെങ്കിൽ ക്യാമറ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇനി 16 പ്രോ മാക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഡിസൈനിൽ കാര്യമായിട്ടുള്ളൊരു ഈ പറഞ്ഞ പോലത്തെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാകുമോ അല്ലെങ്കിൽ ആപ്പിൾ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇപ്പോഴും ഡൗട്ടാണ്. എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാഞ്ചിബു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കുലർ ഡിസൈനിൽ ക്യാമറ മൊഡ്യൂൾസ് ആപ്പിൾ അലൈൻ ചെയ്യുന്നു. ഐഫോൺ 16 പ്രോ മാക്സിലും 16 പ്രോയിലും ക്യാമറ മൊഡ്യൂളിൻ്റെ ഡിസൈനിൽ ഓവറോൾ സ്കീമാറ്റിക്സിൽ ഇങ്ങനൊരു ഡിസൈൻ ചേഞ്ച് കാണാൻ സാധിച്ചു. അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് അത് പ്രോട്ടോടൈപ്പ്, കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടോടൈപ്സും പല കോൺസെപ്റ്റുകളും തീർച്ചയായിട്ടും ഒരു ഡിവൈസ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ആപ്പിളിൻ്റെ ഭാഗത്ത് കാണും. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതായിട്ടുള്ള പല വിചിത്രമായിട്ടുള്ള ഡിസൈനിലുള്ള ഐഫോണുകളും ചിലപ്പം ആപ്പിളിന് ഈ ഒരു സമയത്ത് പ്രോട്ടോടൈപ്പ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആപ്പിളിൻ്റെ പക്കെ കാണും. സോ അതിലേതെങ്കിലും ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം ഈ ഒരു ട്രയാങ്കുലർ ഡിസൈനിലുള്ള ഈ ഒരു ക്യാമറ ബമ്പ് വരുന്നത്. സോ നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഐഫോൺ 16 പ്രോ സീരീസിൽ നമുക്ക് ഡിസൈനിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചസ് കാണാൻ സാധിക്കുന്നില്ല. കമ്പയറിംഗ് ടു ഐഫോൺ 16 നോർമൽ മോഡൽസ്, അതായത് 16ഉം 16 പ്ലസും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഡിസൈനിൽ ചേഞ്ചസ് നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതാണ് ഇതിലെ മൂന്നാമത്തെ പോയിന്റ്, ക്യാപ്ചർ ബട്ടൺ. സോ ക്യാപ്ചർ ബട്ടൺ എന്നുള്ളത് ഇപ്പോൾ നിലവിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം ആപ്പിൾ ഐഫോൺ 15 പ്രോയിൽ നമുക്ക് ആക്ഷൻ ബട്ടൺ, ആ ഒരു മ്യൂട്ട് ബട്ടൺ റിപ്ലേസ് ചെയ്ത് ആക്ഷൻ ബട്ടൺ കൊണ്ടുവന്നു. എന്നാൽ 16 സീരീസിലേക്ക് വരുമ്പോൾ 4 മോഡൽസിലും നമുക്ക് ആക്ഷൻ ബട്ടന് പകരം ആക്ഷൻ ബട്ടണും കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാപ്ചർ ബട്ടൺ എന്നുള്ളൊരു മറ്റൊരു ബട്ടണും കൂടെ ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ക്യാപ്ചർ ബട്ടൺ എന്നുള്ളൊരു ബട്ടൺ ആപ്പിൾ കൊണ്ടുവരുന്നതിൻ്റെ പുറകിൽ റീസൺ എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളുണ്ട്. നിലവിൽ നമുക്കറിയാം ഡിജിറ്റൽ ഷട്ടർ ബട്ടൺ ആണ് നമുക്കുള്ളത്. സോ ആ ഷട്ടറിൽ ഞെക്കി പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫോട്ടോ എടുക്കാൻ. സോ അങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലപ്പം നമുക്ക് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടായാൽ ആ ഫോട്ടോയും വീഡിയോയും ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. അതോടൊപ്പം നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ വോളിയം റോക്കേഴ്സാണ്. താഴെയുള്ള വോളിയം റോക്കേഴ്സിൽ നമുക്ക് പ്രസ് ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാപ്ചർ ബട്ടൺ വരുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആക്ച്വൽ ക്യാമറ ശരിക്കുള്ള DSLRലും മിറർലെസ്സിലും ഒക്കെ നമുക്കറിയാം ഒരു ഷട്ടർ ബട്ടണിൻ്റെ ശരിക്കുള്ള ഫങ്ഷനാലിറ്റി
ഹാഫ് പ്രസ് ചെയ്യാം. ആ ഒരു ഷോർട്ടർ ബട്ടണിൽ ഹാഫ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സബ്ജക്റ്റിനെ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതിനെ കറക്റ്റായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് ഫുൾ പ്രസ്സിൽ നമുക്കത് ഫോട്ടോയോ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതേ സെയിം ഫംഗ്ഷനാലിറ്റി തന്നെയാണ് ആപ്പിൾ നമ്മുടെ 16 ലൈനപ്പിലേക്ക് ഒരു ക്യാപ്ചർ ബട്ടൺ എന്ന പേരിൽ കൊണ്ടുവരുന്നത്. സോ അതിൽ നമുക്ക് ഹാഫ് പ്രസ് ചെയ്യുവാണെങ്കിൽ ഈ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഫുൾ പ്രസ്സിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ലഭിക്കുന്ന ഇൻഫർമേഷൻസിൽ അറിയാൻ സാധിക്കുന്നത് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. അതായത് സൂം ഇൻ ചെയ്യാനും സ്വൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വൈപ്പ് ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ഇതിലെ നാലാമത്തെ പോയിന്റാണ് എ സീരീസ് ചിപ്സെറ്റ്. സോ ചിപ്സെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഇപ്പം നമുക്ക് അറിയാം കഴിഞ്ഞ വർഷമൊക്കെ ആപ്പിൾ കൊണ്ടുവന്നത് അതിന് മുന്നത്തെ വർഷമുള്ള ചിപ്സെറ്റ് ലോവർ എൻഡ് മോഡൽസിലേക്ക് കൊണ്ടുവരും, പുതിയ ഒരു ചിപ്സെറ്റ് ഹയർ എൻഡ് മോഡൽസിലേക്ക് അതായത് പ്രോ സീരീസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നാൽ ഈ വർഷം ഐഫോൺ 16 സീരീസിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ആപ്പിൾ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തുമോ എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് പേരിൻ്റെ കാര്യത്തിലെങ്കിലും ആപ്പിൾ സെയിം പ്രോസസ്സർ കൊണ്ടുവരാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതായത് പുതുതായിട്ട് വരാൻ പോകുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതനുസരിച്ച് A18 ബയോണിക് ആണ്. സോ ലോവർ എൻഡ് മോഡൽസ് ആയിട്ടുള്ള ഐഫോൺ 16ലും 16 പ്ലസിലും ആപ്പിൾ A18 എന്നുള്ള പേരിലുള്ള ഒരു ചിപ്സെറ്റും ഹയർ എൻഡ് മോഡൽസിൽ A18 Pro എന്നുള്ള പേരിലുള്ള ചിപ്സെറ്റും ആയിരിക്കും 16 പ്രോയിലും 16 Pro Maxലും ആപ്പിൾ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് പേരിൻ്റെ കാര്യത്തിലും എല്ലാ വർഷവും നമുക്കറിയാം ചിപ്സെറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും ആപ്പിൾ ചെയ്യുന്നില്ല. ഓരോ വർഷവും വളരെ പതുക്കെ ഓരോ കാര്യങ്ങൾ അൺലോക്ക് ചെയ്താണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ചിപ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അടിപൊളി പെർഫോമൻസ് ആണ് ഡിവൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഓൺ പേപ്പർ നമ്മൾ നോക്കുമ്പോൾ വലിയ സംഭവങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. വളരെ എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ചെറിയ മൈനറായിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് ഓരോ വർഷവും ഗ്രാജുവലി കൊണ്ടുവരുന്നത്. ഈ വർഷവും സ്ട്രാറ്റജിയുടെ കാര്യത്തിൽ യാതൊരു ചേഞ്ചും ഇല്ല. കോർ കൗണ്ട് ഒന്നെങ്കിൽ കുറയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സർട്ടൺ ഫംഗ്ഷനാലിറ്റീസിനെ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ രണ്ട് പ്രോസസ്സുകളിലും കോമൺ ആയിട്ട് വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഇമ്പ്രൂവ്മെൻറ്റ്സ് iOS 18 വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഓവറോൾ ഡിവൈസിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറുവാണ്. അതായത് UI കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ മെഷീൻ ലേണിങ്ങിൻ്റെ കാര്യത്തിലായാലും ആപ്പിൾ iOS 18 കൂടുതൽ AI പ്രിഫറൻസ്, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പ്രിഫറൻസസ് കൊടുക്കുന്നുണ്ട്. അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂറൽ എഞ്ചിനാണ്. സോ ന്യൂറൽ എഞ്ചിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ രണ്ട് ചിപ്സെറ്റിലും അതായത് A18 A18 പ്രോയിലായാലും ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇതിലെ അഞ്ചാമത്തെയും ഏറ്റവും ഫൈനലായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ക്യാമറയാണ്. സോ ക്യാമറയുടെ കാര്യത്തിൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് എന്ന് പറയാൻ സാധിക്കത്തില്ല. നിലവിലുള്ള പോലെ തന്നെ ഒരു 48 മെഗാ പിക്സലിൻ്റെ സെൻസേഴ്സ് ആയിരിക്കും നമുക്ക് 4 മോഡൽസിലും ലഭിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ 48 മെഗാ പിക്സൽ കഴിഞ്ഞ വർഷത്തെ പോലെ സിമിലർ ആയിട്ടുള്ള 48 മെഗാ പിക്സൽ അല്ല, എൻറ്റയർലി പുതിയ ഒരു 48 മെഗാ പിക്സൽ സെൻസർ ആയിരിക്കും നമുക്ക് ഈ വർഷം 4 മോഡൽസിലും ലഭിക്കുന്നത്. അതിൽ പിക്സൽ ബിന്നിങ് വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ പിക്സൽ ബിന്നിങ്ങിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഈ വർഷത്തെ 48 മെഗാ പിക്സൽ സെൻസറിന് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെലിഫോട്ടോ ലെൻസ്. നമുക്കിപ്പോൾ ഉള്ള 15 Pro Maxലാണ് 5x ടെലിഫോട്ടോ ലെൻസ് അല്ലെങ്കിൽ സൂം ഉള്ളത്. ആ സെയിം സാധനം അല്ലെങ്കിൽ ആ സെയിം ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ ആപ്പിൾ 16 പ്രോയിലും 16 Pro Maxലും കൊണ്ടുവരുന്നു വിത്ത് ബെറ്റർ സൂമിങ് കേപ്പബിലിറ്റീസ്. അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സൂമിങ് കേപ്പബിലിറ്റീസ്. നമുക്കറിയാം 5x വരുമ്പം നമുക്ക് അപ് ടു 24-30 മില്ലിമീറ്റർ വരെയാണ് നമുക്ക് സൂം റേഞ്ച് ഉള്ളത്. ഈ സൂം റേഞ്ചിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ്സിനോടൊപ്പം തന്നെ പ്രോസസ്സിങ് ഓവറോൾ ക്യാമറ ഫോട്ടോ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിലും കാര്യമായിട്ടുള്ള ചേഞ്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആപ്പിൾ ഈ വർഷം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഐഫോണിനെ പറ്റിയുള്ള 5 ചേഞ്ചസ്, ഐഫോൺ 16 സീരീസിൽ വരാൻ പോകുന്ന 5 പുതിയ ബ്രാൻഡ് ന്യൂ ചേഞ്ചസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്റ്റോറേജ് പ്രൈസിനെ പറ്റിയൊന്നും യാതൊരു ഇൻഫർമേഷൻസും കറന്റ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഈ പറഞ്ഞ 5 ചേഞ്ചുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then.